ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്ന് നമ്മൾ ഇനി വരുന്ന എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായ വ്യക്തി ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണായി നിയമിതനായ വ്യക്തി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2024 ദേശീയ ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വെർച്വൽ ഹിയറിംഗും ഉപഭോക്തൃനീതിയിലേക്കുള്ള ഡിജിറ്റൽ ആക്സസും. വെർച്വൽ ഹിയറിംഗും ഉപഭോക്തൃനീതിയിലേക്കുള്ള ഡിജിറ്റൽ ആക്സസും. അതാണ് 2024 ദേശീയ ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയം. ഒന്നുകൂടി പറയാം. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായ വ്യക്തി ആരാണെന്നാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് 2024 ദേശീയ ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയം. വെർച്വൽ ഹിയറിംഗും ഉപഭോക്തൃനീതിയിലേക്കുള്ള ഡിജിറ്റൽ ആക്സസും. വെർച്വൽ ഹിയറിംഗും ഉപഭോക്തൃനീതിയിലേക്കുള്ള ഡിജിറ്റൽ ആക്സസുമാണ് 2024 ദേശീയ ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയം. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം ഏതു ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ് ഡിറ്റൻഷൻ നയം ബാധിക്കാത്തത്? 5-8 ക്ലാസ് വിദ്യാർത്ഥികൾ. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം ഏതു ക്ലാസുകളിലെ വിദ്യാർത്ഥികളെയാണ് ഡിറ്റൻഷൻ നയം ബാധിക്കാത്തത്? 5-8 ക്ലാസ് വിദ്യാർത്ഥികളെയാണ് ഡിറ്റൻഷൻ നയം ബാധിക്കാത്തത്. 2024 പ്രഥമ വനിതാ അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച രാജ്യം ഏതെന്നാണ്? ഇന്ത്യയാണ്. ബംഗ്ലാദേശിനെ 41 റൺസിനാണ് തോൽപ്പിച്ചത്. 2024 പ്രഥമ വനിതാ അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ച രാജ്യം ഏതെന്നാണ്? ഇന്ത്യ ബംഗ്ലാദേശിനെയാണ് തോൽപ്പിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം ഡിറ്റൻഷൻ നയം ബാധിക്കാത്തത് 5-8 ക്ലാസ് വിദ്യാർത്ഥികളെയാണ്. 2024 പ്രഥമ വനിതാ അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് ഇന്ത്യയാണ്. ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു. 2024 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഏതെന്നാണ്? ആൻസർ മാലു ആണ്. സംവിധാനം പെഡ്രോ ഗ്രയേരിയാണ്. ഒരു ബ്രസീലിയൻ ചിത്രമാണ്. എന്താണ് NPS വാത്സല്യ? NPS വാത്സല്യ എന്താണെന്നാണ്? 18 വയസ്സിന് താഴെയുള്ള ഇന്ത്യൻ പൗരന്മാർക്കായി നാഷണൽ പെൻഷൻ സിസ്റ്റം നടപ്പിലാക്കുന്നത് പെൻഷൻ പദ്ധതിയാണ് NPS വാത്സല്യ. അപ്പോൾ 2024 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഏതെന്നാണ്? മാലു ആണ് സിനിമ. സംവിധാനം പെഡ്രോ ഗ്രയേരി. ഒരു ബ്രസീലിയൻ ചിത്രമാണ്. എന്താണ് NPS വാത്സല്യ? 18 വയസ്സിന് താഴെയുള്ള ഇന്ത്യൻ പൗരന്മാർക്കായി നാഷണൽ പെൻഷൻ സിസ്റ്റം നടപ്പിലാക്കുന്ന പെൻഷൻ പദ്ധതിയാണ് NPS വാത്സല്യ. അടുത്ത ക്വസ്റ്റ്യനാണ്, എന്താണ് ബറൂലി അൾസർ? മൃദുവായ ടിഷ്യൂവിനെ നശിപ്പിക്കുകയും ഗുരുതരമായ രൂപഭേദം വരുത്തുകയും ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ചർമ്മരോഗമാണ് ബറൂലി അൾസർ. ഭാരതത്തിലെ ബ്രൂ-റിയാറിംഗ് ഗോത്രം പ്രധാനമായും കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏവ എന്നാണ്? ത്രിപുരയും മിസോറാമുമാണ്. അപ്പോൾ എന്താണ് ബറൂലി അൾസർ എന്നാണ്? മൃദുവായ ടിഷ്യൂവിനെ നശിപ്പിക്കുകയും ഗുരുതരമായ രൂപഭേദം വരുത്തുകയും ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ചർമ്മരോഗമാണ്. മൃദുവായ ടിഷ്യൂവിനെ നശിപ്പിക്കുകയും ഗുരുതരമായ രൂപഭേദം വരുത്തുകയും ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ചർമ്മരോഗമാണ് ബറൂലി അൾസർ. ഭാരതത്തിലെ ബ്രൂ-റിയാറിംഗ് ഗോത്രം പ്രധാനമായും കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ത്രിപുരയും മിസോറാമുമാണ്. ബ്രൂ-റിയാറിംഗ് ഗോത്രം പ്രധാനമായും കാണപ്പെടുന്നത് ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലാണ്. 2024 കൊല്ലം വള്ളംകളിയിൽ പ്രസിഡൻസ് ട്രോഫിയും CBL കിരീടവും നേടിയ ചുണ്ടൻ വള്ളം ഏതെന്നാണ്? വിയ്യപുരം ചുണ്ടനും കാരിച്ചാൽ ചുണ്ടനുമാണ്. 2024 കൊല്ലം വള്ളംകളിയിൽ പ്രസിഡൻസ് ട്രോഫിയും CBL കിരീടവും നേടിയ ചുണ്ടൻ വള്ളം വിയ്യപുരം ചുണ്ടനും കാരിച്ചാൽ ചുണ്ടനുമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള ദേശീയ അംഗീകാരം തുടർച്ചയായ 2ാം വർഷവും നേടിയ സ്ഥാപനമാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള ദേശീയ അംഗീകാരം തുടർച്ചയായി 2ാം വർഷവും നേടിയ സ്ഥാപനം സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനാണ്. 2024 കൊല്ലം വള്ളംകളിയിൽ പ്രസിഡൻസ് ട്രോഫിയും CBL കിരീടവും നേടിയ ചുണ്ടൻ വള്ളം ഏതെന്നാണ്? വിയ്യപുരം ചുണ്ടനും കാരിച്ചാൽ ചുണ്ടനുമാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള ദേശീയ അംഗീകാരം തുടർച്ചയായ 2ാം വർഷവും നേടിയ സ്ഥാപനം ഏതെന്നാണ്? സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ചെറുകാറുകളുടെ പുതിയ GST നിരക്ക് എത്ര ശതമാനമാണ്? 18%. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ചെറുകാറുകളുടെ പുതിയ GST നിരക്കാണ് 18%. ഇന്ത്യയിലെ ആദ്യ അതിർത്തി സൗരോർജ്ജ ഗ്രാമം ഏതെന്ന്? മസാലയാണ്. ഗുജറാത്തിലെ മസാലയാണ് ഇന്ത്യയിലെ
ആദ്യ അതിർത്തി സൗരോർജ്ജ ഗ്രാമം? അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ചെറുകാറുകളുടെ പുതിയ GST നിരക്ക് 18%. അതുപോലെ ഇന്ത്യയിലെ ആദ്യ അതിർത്തി സൗരോർജ്ജ ഗ്രാമം മസാലയാണ്. ഗുജറാത്തിലെ മസാലി. ഇന്ത്യയിലെ ആദ്യ അതിർത്തി സൗരോർജ്ജ ഗ്രാമം മസാലി. 2024 മിസ് കേരള കിരീടം നേടിയതാരെ? മേഘ ആൻ്റണി. 2024 മിസ് കേരള കിരീടം നേടിയത് മേഘ ആൻ്റണിയാണ്. കുവൈത്തിൻ്റെ ഏത് പരമോന്നത ബഹുമതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്? ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. കുവൈത്തിൻ്റെ ഏത് പരമോന്നത ബഹുമതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്? ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. ഇപ്പോൾ 2024 മിസ് കേരള കിരീടം നേടിയത് മേഘ ആൻ്റണി. കുവൈത്തിൻ്റെ ഏത് പരമോന്നത ബഹുമതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്? ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രെയിംവർക്ക് 2024 യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ സ്ഥാപനം ഏതെന്നാണ്? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. കുസാറ്റാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് ഫ്രെയിംവർക്ക് 2024 യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ സ്ഥാപനം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിതരണം ചെയ്യുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഉള്ള പുതിയ കാലാവധി എത്ര വർഷമാണ്? 12 വർഷം. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിതരണം ചെയ്യുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഉള്ള പുതിയ കാലാവധി 12 വർഷമാണ്. അപ്പോൾ കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് ഫ്രെയിംവർക്ക് 2024 യൂണിവേഴ്സിറ്റി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ സ്ഥാപനം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അല്ലെ കുസാറ്റാണ്. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിതരണം ചെയ്യുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഉള്ള പുതിയ കാലാവധി 12 വർഷം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും വിയറ്റ്നാം കോസ്റ്റ് ഗാർഡും കൊച്ചിയിൽ നടത്തിയ സംയുക്ത അഭ്യാസത്തിൻ്റെ പേരെന്ത്? സഹയോഗ് ഹോപ്ടോക്ക് ആണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും വിയറ്റ്നാം കോസ്റ്റ് ഗാർഡും കൊച്ചിയിൽ നടത്തിയ സംയുക്ത അഭ്യാസമാണ് സഹയോഗ് ഹോപ്ടാക്ക്. 2024 ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ആർക്ക്? അബ്ദുള്ള അബൂബക്കറാണ്. 2024 ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് അബ്ദുള്ള അബൂബക്കർ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും വിയറ്റ്നാം കോസ്റ്റ് ഗാർഡും കൊച്ചിയിൽ നടത്തിയ സംയുക്ത അഭ്യാസമാണ് സഹയോഗ് ഹോപ്ടാക്ക്. 2024 ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് അബ്ദുള്ള അബൂബക്കർ. അന്തരിച്ച ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൗട്ടാല എത്ര തവണ മുഖ്യമന്ത്രി പദവി വഹിച്ചു? 5 തവണ. അന്തരിച്ച ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൗട്ടാല 5 തവണയാണ് മുഖ്യമന്ത്രി പദവി വഹിച്ചത്. ഫിഫിങ്ങിൽ ഇന്ത്യയുടെ നിലവിലെ സ്ഥാനം എത്ര? 126. ഫിഫിങ്ങിൽ ഇന്ത്യയുടെ നിലവിലെ സ്ഥാനം 126 ആണ്. അപ്പോൾ അന്തരിച്ച ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓം പ്രകാശ് ചൗട്ടാല എത്ര തവണയാണ് മുഖ്യമന്ത്രി പദവി വഹിച്ചത്? 5 തവണ. ഫിഫിങ്ങിൽ ഇന്ത്യയുടെ നിലവിലെ സ്ഥാനം 126 ആണ്. 2024 സ്കൂൾ കലോത്സവ വേദികൾക്ക് നൽകിയ പ്രത്യേകത എന്ത്? നദികളുടെ പേരുകളാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത്. 2024 സ്കൂൾ കലോത്സവ വേദികൾക്ക് നൽകിയ പ്രത്യേകത എന്തെന്നാണ്? നദികളുടെ പേരുകളാണ് വേദികൾക്ക് നൽകിയിരുന്നത്. SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? രാമമോഹൻ റാവു അമര. SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറാണ് രാമമോഹൻ റാവു അമര. 2024 സ്കൂൾ കലോത്സവ വേദികൾക്ക് നൽകിയ പ്രത്യേകത എന്തെന്നാണ്? നദികളുടെ പേരുകളാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത്. SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരെന്നാണ്? രാമമോഹൻ റാവു അമരയാണ് SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. 2024 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദൻ. 2024 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാഹിത്യകാരൻ M. മുകുന്ദനാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേരളത്തിൽ നിന്നും ആർക്കാണ് ലഭിച്ചത്? കവി K. ജയകുമാറിനാണ് ലഭിച്ചത്. പിങ്കളക്കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത സാഹിത്യകാരൻ N. മുകുന്ദനാണ്. M. മുകുന്ദൻ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേരളത്തിൽ നിന്നും ലഭിച്ചത് കവി K. ജയകുമാറിനാണ്. അദ്ദേഹത്തിന് പിങ്കളക്കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ഏത് ചിത്രമാണ് 2024 ഓസ്കാർ അവാർഡിൻ്റെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് പുറത്തായത്?
ലാപത്ത ലേഡീസ് ആണ് എന്ന ചിത്രം മികച്ച വിദേശ ഭാഷാ ചിത്രങ്ങളുടെ വിഭാഗത്തിലെ 15 ചിത്രങ്ങളുടെ അന്തിമ പട്ടികയിൽ ഇടം നേടിയില്ല. എന്നപ്പോൾ ലാപത്ത ലേഡീസ് ആണ് ഇന്ത്യയിൽ നിന്നുള്ള, അതായത് 2024 ഓസ്കാർ അവാർഡിൻ്റെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് പുറത്തായ ഇന്ത്യയിൽ നിന്നുള്ള ചിത്രം. ഫ്രണ്ട്സ്, ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്